കന്യാസ്ത്രീകളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടച്ച സംഭവം ഒറ്റപ്പെട്ടതല്ല. രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ വിധം ക്രൂരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ദൈവശുശ്രൂഷ എന്നത് അത് കഷ്ടപ്പെടുന്ന ആളുകളെ പരിചരിക്കാനുള്ളതാണ് എന്ന കൃത്യമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും സേവന പ്രവർത്തനത്തിലും ഏർപ്പെടുന്നവരെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. ജാമ്യാപേക്ഷ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാൻ തങ്ങളുണ്ടാവും എന്ന് ബജ്രംഗ് ദൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണ് ബജ്രംഗ് ദൾ? RSSൻ്റെ പോഷക സംഘടനയാണ്. RSSന് വിവിധ മേഖലകളിൽ സംഘടനകളുണ്ട്. അതിലൊന്നാണ് ബജ്രംഗ് ദൾ. രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക. ഇതാണ് ബജ്രംഗ് ദളിൻ്റെ പ്രധാനപ്പെട്ട കാര്യപരിപാടി. അപ്പോൾ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക, ക്രിസ്ത്യാനികളെ ശത്രുപക്ഷത്ത് നിർത്തുക എന്ന് മാത്രമല്ല, RSSൻ്റെ ആചാര്യൻ തന്നെ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ടെന്നാണ്. ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിൽ സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും കടുത്ത എതിർപ്പിന് ഇരയായിട്ടുള്ളത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്കെതിരായി തന്നെ തിരിയുന്ന നിരവധി ആക്രമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടൊരാശയമാണ്. അതിനെയാണ് നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് സംഘപരിവാർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് നമ്മുടെ സഹോദരിമാർ. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് രാജ്യത്തുടനീളം ഉയരണം. ശ്രീ KC വേണുഗോപാൽ വന്നു. തീർച്ചയായിട്ടും വേണുഗോപാൽ എടുക്കുന്ന മുൻകൈയെ ഞാൻ അനുകൂലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും മറ്റെല്ലാ ആളുകൾക്കൊപ്പവും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞാൻ അനുകൂലിക്കുക. പക്ഷേ കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടിയല്ലേ. കേരളത്തിലെ MP-മാരുടെ മാത്രം പ്രശ്നമാണ്. ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കണ്ടു. ഒരു ഭാഗത്ത് ഇടതുപക്ഷ MP-മാർ, ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ MP-മാർ. പക്ഷെ കേരളത്തിലെ ഒരു കോൺഗ്രസ് MP-യെ കണ്ടില്ല. ആരാണ്? വയനാട് MP അല്ലേ? പ്രിയങ്ക ഗാന്ധിയെ കണ്ടില്ല എന്ന് മാത്രമല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. എവിടെ പോയി? ഇതല്ലേ നമ്മൾ ഉയർത്തേണ്ട വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിലെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നൊരു ശക്തി അതിൻ്റെ ബീഭത്സമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കണ്ടേ അഖിലേന്ത്യാ നേതൃത്വം? എന്താ ചെയ്യാത്തത്? ഇവിടെയാണ് ഹിന്ദുത്വ തീവ്രവാദത്തോട് മൃദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇതൊരു കേരള പ്രശ്നമല്ല, അഖിലേന്ത്യാ പ്രശ്നമാണ്. ആ അഖിലേന്ത്യാ പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ മറ്റാളുകൾക്കും എതിരായിട്ട് വരും. ഇന്ന് കന്യാസ്ത്രീകൾ, നാളെ വൈദികർ, അതിനൊപ്പം നേരത്തെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വേട്ട, പിന്നെ തങ്ങൾക്കെതിര് നിൽക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കും. ഈ വിധമുള്ള അക്രമ സംഭവങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എല്ലാവരെയും മാറി ചിന്തിപ്പിക്കാൻ ഇടവരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കേക്കുമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ പോവുക, അതുപോലെ കിരീടം കൊടുക്കുക, ഇതൊക്കെയാണ് സംഘപരിവാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇരട്ട മുഖമാണ്. ആ ഇരട്ട മുഖം
കൃത്യമായി തിരിച്ചറിയാൻ എല്ലാ ക്രിസ്തീയ പിതാക്കന്മാരും തയ്യാറാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.